بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. اللهم اغفر لنا ولوالدينا والسامعين يا رب العالمين آمين. ബാറക്കല്ലാഹു ലന ഫിൽ ഖുർആനിൽ കരീം. നമ്മുടെ ഖുർആൻ പഠനത്തിൽ അള്ളാഹു എല്ലാവിധ എളുപ്പവും നമുക്ക് നൽകുമാറാവട്ടെ. എല്ലാവിധ നന്മകളും അള്ളാഹു ജീവിതത്തിൽ നിലനിർത്തി തരുമാറാവട്ടെ. സൂറത്തു യാസീൻ 36-ാമത്തെ അധ്യായം 83 ആയത്തുകളുള്ള സൂറത്ത് യാസീനിന്റെ പകുതിയോളം ആയത്തുകൾ ഇതാ നമ്മളിപ്പോൾ പിന്നിടുകയാണ്. ഇന്ന് 40 വരെ ആയത്തുകൾ നമ്മൾ ഓതി. കഴിഞ്ഞ ആഴ്ചയല്ല, പെരുന്നാളിന് മുന്നേ നമ്മൾ അവസാനമായി വ്യാഴാഴ്ച ഈ പള്ളിയിൽ ഇരുന്നപ്പോൾ 35 ആയത്തുകളുടെ വിശദീകരണങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു, പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് 36-ാമത്തെ ആയത്ത് മുതൽ 40-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ എടുത്തത്. നമുക്കൊക്കെ സുപരിചിതമായ സൂറത്ത് യാസീനിലെ ആയത്തുകൾ. അള്ളാഹു ഈ ആയത്തുകൾ ഇനിയും പാരായണം ചെയ്യാനും പഠിക്കാനും ഒക്കെ നമ്മുടെ ആയുസ്സിൽ നമുക്ക് ആവേശവും ഉന്മേഷവും നൽകുമാറാവട്ടെ. ആമീൻ. അള്ളാഹു പറയുന്നു, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാന, എന്താ സുബ്ഹാന? പരിശുദ്ധൻ എത്ര അല്ലേ? സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധൻ എന്ന് നമ്മൾ പറയാം. അതൊരു ഇസ്മാണോ, ഒരു നാമമാണോ? അല്ല. ചില ആൾക്കാർ പേരിടുന്നതാണ് അബ്ദുസ് സുബ്ഹാൻ. ശരിക്കും ഒരു നാമമല്ല അത്. സുബ്ഹാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ അസ്മാകളിൽ പെട്ടതാണോ? അല്ല. അത് ശരിക്കും ചില പണ്ഡിതന്മാർ അതൊരു ഇസ്മു ഫഇലാണ് എന്ന് വരെ പറയും. പരിശുദ്ധനാ അല്ലെ, അള്ളാഹുവിനെ നമ്മൾ പരിശുദ്ധപ്പെടുത്തി. അള്ളാഹു പരിശുദ്ധനാണെന്ന് പറയാണ്, പ്രഖ്യാപനമാണ്. സുബ്ഹാൻ അല്ലാഹ്, അള്ളാഹു പരിശുദ്ധൻ. എന്താ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവും ഒരു കുറവും ഇല്ലാതെ, ഒരു ന്യൂനതയും ഇല്ലാത്തവൻ എന്നാണ് ശരിക്ക് അവിടെ സുബ്ഹാന എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. എന്തെങ്കിലും ഒരു ന്യൂനതകളെ സംബന്ധിച്ച് ആരെങ്കിലും അള്ളാഹിനെ പറ്റി, അള്ളാഹുലേക്ക് എന്തെങ്കിലും ന്യൂനത പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് പറയും സുബ്ഹാനല്ല, സുബ്ഹാൻ, അള്ളാഹു എത്ര പരിശുദ്ധൻ. അല്ലദീ, അല്ലെ, അള്ളാഹു എങ്ങനെയുള്ളവെന്നിട്ട് അള്ളാഹിന്റെ സിഫത്തുകളാ പറഞ്ഞു പോവാ. ഇവിടെ എന്തെങ്കിലും കുറ്റങ്ങളെ സംബന്ധിച്ച് പറഞ്ഞോ? പലപ്പോഴും അള്ളാഹുവിന് മക്കളെ ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാര്, ജൂതന്മാര് അള്ളാഹുവിന്റെ മകനാണ് ഉസൈർ എന്ന് വാദിച്ചു. ക്രിസ്ത്യാനികൾ ഈസ അള്ളാഹുവിന്റെ മകനാന്ന് വാദിച്ചു. മക്കയിലെ മുശ്രിക്കുകൾ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാന്ന് വാദിച്ചു. പക്ഷെ അള്ളാഹുവിനെല്ലാം യലിദ് വലം യൂലദ്. ഇങ്ങനെയൊക്കെ റബ്ബ് പറഞ്ഞെടുത്ത റബ്ബ് സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധനാണ്. അള്ളാഹുവിന് ഒരിക്കലും കുട്ടിയെ സ്വീകരിക്കേണ്ട ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞു പോണ കാണാം. അഥവാ ഒരു കുറവിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാം. പക്ഷെ അള്ളാഹു കുറവുള്ളവനല്ല, ഒരു കുറ്റവും ഒരു കുറവില്ല. ഇവിടെ നമ്മളുണ്ട് ഈ ആയത്ത് വന്നത് മക്കക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ് ആരാന്ന് പറഞ്ഞെടുക്കുകയാണ്. മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണ് ആര്? അള്ളാഹ്. അവർ പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമല്ല, ഉയർത്തെഴുന്നേൽപ്പില്ല. പക്ഷെ അവിടെ റബ്ബ് ഒരു ഉദാഹരണം കൊടുത്തു അല്ലെ. നിർജീവമായ ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ പുല്ലുകൾ പൊട്ടിമുളക്കുന്നത് പോലെ അഹ്യൈനാ ബിഹി ബൽദത്തൻ അല്ലെ. അവിടെ ആയത്തിന് മുന്നുള്ള ആയത്തതല്ലേ, വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. ഇതിനു മുന്നേ നമ്മൾ ഓതി വെച്ചത് അതായിരുന്നു. മരിച്ചവർ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവൻ സൃഷ്ടിച്ചു വെച്ച ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു. ഭൂമിയിൽ തോട്ടങ്ങളുണ്ട്, മുന്തിരികളുടെയും ഈത്തപ്പനകളുടെയും ഒക്കെ, ഈത്തപ്പഴങ്ങൾ നിറയുന്ന തോട്ടങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ അതിൽ അരുവികൾ ഒഴുക്കിയിട്ടുണ്ട്. മനുഷ്യൻ കൈകൾ കൊണ്ട് അധ്വാനിച്ച് പല ഫലങ്ങളും എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്ത് അവൻ ഭക്ഷിക്കുന്നു. ഭൂമിയിൽ അള്ളാഹു ഒരുക്കിയ കുറേ സംഭവങ്ങൾ പറഞ്ഞു.
ഒരു കുറവില്ലാത്തവനാണ് ആര്? അള്ളാഹ്. പക്ഷെ സുബ്ഹാനല്ലദി അമ്മ യുശ്രിക്കുൻ, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന ബഹുദൈവ വിശ്വാസം അല്ലെങ്കിൽ ബഹുദൈവ ആരാധന, അതിനെ തൊട്ട് അള്ളാഹു ആരാൻ? സുബ്ഹാൻ, പരിശുദ്ധനാൻ. അള്ളാഹുവിന് പാർട്ട്നേഴ്സ് ഇല്ല, അള്ളാഹുവിന് പങ്കുകാരില്ല. പങ്കുകാരുണ്ട് എന്ന് വാദിക്കൽ എന്താണ്? അള്ളാഹുവിന് കുറവുണ്ട് എന്ന് വാദിക്കലാൻ. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വാദിക്കലാൻ, അള്ളാഹുവിന് കുറവുണ്ട് എന്ന് വാദിക്കലാൻ. പക്ഷെ അള്ളാഹുവിന് ഒരു കുറവില്ല, അള്ളാഹു പെർഫെക്റ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ 100 തവണ അയാൾ പറഞ്ഞാൽ കടലിലെ നുരയോളം തിന്മകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പൊറുക്കപ്പെടും എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിനല്ലേ സുബ്ഹാനൽ തസ്ബീഹിനെ ഏതെല്ലാം രീതിയിൽ പരിചയപ്പെടുത്തി. നമ്മൾ നമസ്കാരത്തില് എത്ര തവണ തസ്ബീഹ് ചൊല്ലുന്നു? റുകൂഇല്, സുജൂദില് തസ്ബീഹുകളാണ്. സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അളീം, അല്ലെങ്കിൽ സുബ്ഹാൻ ഖുദ്ദൂസ റബ്ബുന റബ്ബുൽ മലായികത്തി വറൂഹ്, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർ. ഏതെല്ലാം സീഗകളിൽ, ഏതെല്ലാം രൂപത്തിലാണ് പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദി എന്ന് പറഞ്ഞാൽ ഒരിശത്തു ലഹു നഖലത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു ഈത്തപ്പന അയാൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അള്ളാഹു നട്ടുകൊടുത്തു എന്നാണ്. തസ്ബീഹിന്റെ പ്രത്യേകത, തസ്ബീഹ് ചെല്ലുന്ന ആളുകളുടെ പ്രത്യേകത. ഇവിടെ പ്രപഞ്ചത്തിലൊന്നും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാത്തതായിട്ടില്ല എന്നാണ്. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അള്ളാഹുവിനെ പ്രകീർത്തിച്ചും അള്ളാഹുവിനെ സ്തുതിച്ചും ഒന്നും ഭൂമിയിൽ ഇല്ല, സ്തുതിക്കാത്തതായി ഒന്നുമില്ല. എല്ലാം അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നു? സ്തുതിക്കുന്നു. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അപ്പൊ പറഞ്ഞു പക്ഷെ നിങ്ങൾക്കറിയില്ല അവരുടെ തസ്ബീഹ് അങ്ങനെയാണെന്ന്. സകലിലുള്ള ചുറ്റിലും ഉള്ളത് മുഴുവൻ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവരാ. പക്ഷെ നമ്മളെ ബുദ്ധികൾ കൊണ്ട് എന്ത് ചെയ്യൂല, ഗ്രഹിക്കാൻ കഴിയൂല എന്നാണ്. അത് ഒരു സത്യവിശ്വാസി സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ പ്രഖ്യാപിക്കുകയാണ് അള്ളാഹുവിന് ഒരു കൊറ്റല്ല, ഒരു കുറവില്ല. നമ്മൾ ആരിലേക്കാ കൂടുതൽ അടുക്കേണ്ടത്? ആരോടാ ചോദിക്കേണ്ടത്? ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ആരിലാ പരമേൽപ്പിക്കേണ്ടത്? ആരോടാ സഹായം തേടേണ്ടത്? കാരണം ഒരു കുറ്റും കുറവില്ലാത്ത അല്ലല്ലേ. പിന്നെ ആരിലേക്ക് നമ്മളെ സമർപ്പിക്കണോ? വേണ്ട. ഇല്ല, നമ്മൾ പറയില്ലേ ലാ തഖുദുഹു സീനത്തുൻ വലാ നൗമുൻ, ലാ തഖുദുഹു സീനത്തുൻ വലാ നൗമുൻ, ഒരു ഉറക്കമില്ല മയക്കവുമില്ല. അതൊക്കെ കുറവാണ്. അള്ളാഹ് ഒന്നും ഉറങ്ങുന്നില്ല, അള്ളാഹ് ഒന്നും എന്തില്ല, മയങ്ങുന്നു പോലില്ല. എല്ലാം സദാ ഇൻവിജിലന്റായി നിൽക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല. സദാ എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇൻവിജിലന്റ് ആയി അലേർട്ടായി നിൽക്കാൻ പറ്റില്ല. ആളുകൾ പറയും അലേർട്ട് ആവാൻ, പക്ഷെ മയക്കം വരും, തളർച്ച വരും, ക്ഷീണം വരും. ആകാശഭൂമികളെ പടച്ചിട്ട് പോലും റബ്ബ് പറഞ്ഞു എനിക്കൊരു തരി ക്ഷീണം ഉണ്ടായിട്ടില്ല. ആകാശഭൂമികളെ പടക്കുന്നതിനേക്കാളും മനുഷ്യനെ പടക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ആകാശഭൂമികളെ പടക്കുന്നത് എന്ന് ചില ആയത്തുകളിൽ കാണാം. പക്ഷെ റബ്ബ് പറയും മസ്സന മില്ലോഹു. അപ്പൊ ഒരു കുറ്റവും ഒരു കുറവുമില്ല. ഇവിടെ ഈ ആയത്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കാൻ കുറെ കാരണങ്ങളുണ്ട്. സുബ്ഹാനല്ലദീ, പരിശുദ്ധനായവൻ, അല്ലെ? പരിശുദ്ധനാണ് അല്ലാഹ്. എങ്ങനെയുള്ളവനാണ്? ഖലഖൽ അസ്വാജ്, അവൻ ഇണകളെ സൃഷ്ടിച്ചവനാണ്. കുല്ലഹ, എല്ലാ തരം ഇണകളെയും സൃഷ്ടിച്ചു. ലോകത്ത് കാണുന്ന സകല ജീവജാലങ്ങളും ഇണകളായിട്ടാണ്. സസ്യങ്ങള്, അതേപോലെ തന്നെ നമ്മൾക്ക് കണ്ടാൽ അറിയുന്ന കാര്യങ്ങൾ, ഇനി നമുക്ക് അറിയാത്ത വസ്തുക്കളിൽ, ഇതിലൊക്കെ എന്തുണ്ട്? ഇണകളെ അള്ളാഹു ചെയ്തിട്ട്. അതാണ് ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിതുൽ അർദ്, ഭൂമി പൊട്ടിമുളപ്പിക്കുന്നത്. എന്താ ഭൂമി മുളപ്പിക്കാന്ന് പറഞ്ഞാൽ സസ്യലതാദികൾ, ആണും പെണ്ണുമായിട്ടാണ്, ഇണകളായിട്ടാണ് സസ്യലതാദികൾ അള്ളാഹു ചെയ്തത്, സൃഷ്ടിച്ചത്. ഒമിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ. ഇപ്പൊ മനുഷ്യന്മാരെ കൂട്ടത്തിൽ തന്നെയല്ലേ മനുഷ്യനെ അള്ളാഹ് ഇണയാ സൃഷ്ടിച്ചത്. പെണ്ണും പെണ്ണും അല്ല, ആണും അല്ല. ഇണ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണുമായിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അത് എടുത്തു പറഞ്ഞു. പക്ഷെ ഇന്ന് പ്രകൃതി വിരുദ്ധമായി, അല്ലെങ്കിൽ പലപ്പോഴും പല ലിബറൽ ചിന്താഗതികളിലൂടെ മനുഷ്യൻ അവന്റെ അങ്ങേയറ്റത്തെ വഴിവട്ട ആഗ്രഹങ്ങളെ പ്രകടിപ്പിക്കുമ്പോഴും അതെന്താണ്? അത് മനുഷ്യന് ചേർന്നതല്ല എന്ന് വ്യക്തമാണ്. സമൂഹം മുഴുവൻ എതിർത്താലും അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകുന്ന ആളുകളെ കാണാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണകളായി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആണും പെണ്ണുമായിട്ട്, ഇണയും തുണയുമായിട്ടാണ് അള്ളാഹു ചെയ്തത്, സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ ജീവജാലങ്ങൾ മുഴുവൻ അങ്ങനെ വമിമ്മാ ലാ യഅലമൂൻ, അവർക്ക് അറിയാത്തതിൽ നിന്നും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? വസ്തുക്കളില്ല. നമുക്ക് അറിയാത്ത കുറെ വസ്തുക്കളില്ലേ, അതിലും എന്ത് ചെയ്ത്? ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാത്തിലും ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചു വന്ന. ഇണ, അസ്വാജ് എന്ന വാക്കിന്റെ അർത്ഥം സൗജുൻ ജംഅ് അസ്വാജ്, അല്ലെ? ഇണകൾ എന്ന് പറയും. പണ്ട് കാലത്ത് അറബി ഭാഷന്റെ ഒരു പ്രത്യേകത ഉണ്ട്. സൗജ് എന്ന് എഴുതുമ്പോൾ സ പുള്ളി ഉണ്ട്, ജീമിന് പുള്ളി ഉണ്ട്. പണ്ട് കാലത്ത് പുള്ളികൾ ഉണ്ടായിരുന്നില്ല. അറബി ഭാഷയുടെ ഏറ്റവും പ്രാചീന ചരിത്രം പരിശോധിക്കുമ്പോൾ പുള്ളി ഉണ്ടായില്ല, പുള്ളികൾ വന്നു. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്തു? ഹർക്കത്തുകൾ വന്നു. ഹർക്കത്തുകൾ പിൽക്കാലത്ത് വന്നതാണ്. അപ്പൊ സൗജ് എന്ന പണ്ട് എഴുതിയുന്നത് എന്താണ്? സാന് പുള്ളില്ലെങ്കിൽ എന്താവും? കാണുമ്പോ പെട്ടെന്താ റൂഹ് എന്നാണ്, അല്ലെ? സൗജ് ജീമിന് പുള്ളിയില്ല, റഹന് പുള്ളില്ല. ശരിക്കും ഈണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂഹാൻ എന്ന് അറബികൾ പറയാറുണ്ട്. റൂഹാൻ.
നമ്മളെ അങ്ങേറ്റ റൂഹാണ്. പക്ഷെ വായനയിൽ സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാവും അത് സൗജ് എന്ന പദത്തിലാണ്. ഒരു ആണിനും പറയും, ചിലപ്പോ ഭാര്യക്കും പറയും സൗജ് എന്ന്, ഭർത്താവിനും പറയും സൗജ്. എന്നാൽ ചില സമയത്ത് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ ഖാസായി പറയുമ്പോൾ സൗജത്ത് എന്ന് ഉപയോഗിക്കും. സൗജത്ത് എന്നുള്ളത് എന്ത് ചെയ്യൂല, ആമായിട്ട് ഉപയോഗിക്കാറില്ല. സൗജ് എന്നുള്ളത് ആമായി ഉപയോഗിക്കുന്ന പദമാണ്. ഏതായാലും ആ ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചു. എല്ലാറ്റിലും, ഭൂമി മുളക്കുന്നതിലും ഇണകളുണ്ട്, അല്ലെ, നമ്മളിലും ഇണകളുണ്ട്, നമുക്കറിയാത്ത വസ്തുക്കളിലും അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചു. ആ വായത്ത് തുടങ്ങിയത് സുബ്ഹാന പറഞ്ഞിട്ടാ. കാരണം അള്ളാഹുവിന് ഇണല്ല. അള്ളാഹുവിന് ഇണ ഉണ്ടോ? എണ്ണ ഉണ്ടാവുന്ന പറഞ്ഞാൽ കുറച്ചൊരു കുറവാണ്. എന്താ കുറവ് അല്ലെ? എന്താ കുറവ്? എന്താ പോരായ്മയാണ്? ശരിക്കും ഇണകള് ആയിട്ട് ജീവിക്കാന്ന് പറഞ്ഞ പോരായ്മയാണ്, ഡിപ്പെൻസ് ആണ്, അല്ലെ? ഒരാളെ നമ്മൾ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രയാസല്ലേ? അള്ളാഹു ലം യലിദ് വലം യൂലദ്, അള്ളാഹു സമദ് എന്ന് പറഞ്ഞു. ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? അള്ളാഹു ഒരാളെ ആശ്രയിക്കേണ്ട. ഇനി ഒരാൾ അള്ളാഹുവിന് മകനുണ്ട് എന്ന് വാദിച്ചാൽ എന്താണ്? അള്ളാഹുവിന് കുറവുണ്ട് എന്നാണ്. കാരണം മക്കള്, അല്ലെ, ഇണ, ഇങ്ങനെ കുറെ സംഭവങ്ങൾ അള്ളാഹിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് പോരായ്മകളാണ്. അള്ളാഹുവിന് എന്തില്ല? ഇണയില്ല. ലം യലിദ് വലം യൂലദ്. അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബ് ഏകനാണല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു സമദ്. അസമദാണ് അള്ളാഹ്. ഒരാളെ ആശ്രയിക്കണ്ട, ഒരാളും, അല്ലെ? എന്നാൽ എല്ലാവർക്കും ആരുമാണ്? അള്ളാഹു ആണ്. നമ്മൾ അത്താണി എന്നൊക്കെ പറയും ചില സമദ് എന്നുള്ളതിന് അത്താണി എന്നൊക്കെ. പക്ഷെ അത്താണി എന്ന വാക്കിനും അപ്പുറത്താണ് അള്ളാഹുവിനെ നമ്മൾ ആശ്രയിക്കുന്നവരാണ്. നമ്മൾ ശരിക്കും ഫുഖറ ആണ്, അള്ളാഹു ആണ് ഗനി. അള്ളാഹു ഗനിയുൻ വനഹ്നു ഫുഖറ. നമ്മൾ ദരിദ്രൻ. എന്താ ദരിദ്ര എന്ന വാക്കിന്റെ അർത്ഥം? ആവശ്യക്കാരനാണ്. ഇഫ്തഖറ എന്ന വാക്കിന്റെ അർത്ഥം ഇഹ്താജ, ആവശ്യപ്പെട്ടവൻ എന്നാണ്. നമ്മൾ ആവശ്യക്കാരാൻ. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വതആല എടുത്തു പറയുന്നു അവൻ എത്ര പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇണകളായിട്ട് എല്ലാത്തിനും സൃഷ്ടിച്ചു എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ പറയും സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, ഒരു കുറ്റവും ഒരു കുറവും ഇല്ലാത്തവൻ. ഇത് ഭൂമിയിലുള്ള സംഗതിയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഭൂമിയിൽ ഇങ്ങനെ അള്ളാഹ് പഠിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് അള്ളാഹ് പറയാണ് വആയത്തുൽ ലഹും, അവർക്കുള്ളൊരു ദൃഷ്ടാന്തം. ലഹും, ലഹും അവർക്ക് എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക്. കാരണം പുനരുദ്ധാരണ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിനെ നിഷേധിച്ച ആളുകൾ, ഖിയാമത്തിനെ നിഷേധിച്ച ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു ആയത്ത്, അടുത്തൊരു ആയത്ത്. ആയത്ത് എന്ന് പറഞ്ഞാൽ അമാനി മൗലവി 6 അർത്ഥം പറഞ്ഞു. അടയാളം എന്നർത്ഥം പറഞ്ഞു, വിശുദ്ധ ഖുർആന്റെ ആയത്ത് എന്നർത്ഥം പറഞ്ഞു, അതുപോലെ തന്നെ ദൃഷ്ടാന്തം എന്നർത്ഥം പറഞ്ഞു, അല്ലെ? പിന്നെന്താണ്? തെളിവ് എന്നർത്ഥം പറഞ്ഞു. ഇവിടെ ശരിക്കും ദൃഷ്ടാന്തം എന്ന് പറയാം. ആയത്തും അവർക്കുള്ള തെളിവാണ്, ദൃഷ്ടാന്തമാണ്. അല്ലയിൽ, എന്താണ് ദൃഷ്ടാന്തം? രാത്രി. രാത്രി എന്ന് പറഞ്ഞ പ്രോസസ്സ് മനുഷ്യന്റെ കയ്യിലൊന്നും നിൽക്കണതല്ല. ഇവരാരാധിച്ചു പോരുന്ന, അല്ലെ, വിഗ്രഹങ്ങളുടെ കൈകളിൽ നിൽക്കുന്നതല്ല. രാവിന്റെയും പകലിന്റെയും ഉടമാരാൻ അള്ളാഹുവാണ്. ഇവിടെ പറയുന്ന റബ്ബ് ലൈൽ അവർക്കുള്ള ഒരു ദൃഷ്ടാന്തമാണ്. എന്താ ലൈലിന്റെ പ്രത്യേകത? നസ്ലഹു മിൻഹു നഹാർ, നാം അതിൽ നിന്ന് ഊരിയെടുക്കുന്നു. സലഹ യസ്ലഹു എന്നാണ്. സലഹ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ ആടിന്റെ തോലി ഇങ്ങനെ ഉരിക്കൂലേ? ആട് ബലി അർപ്പിച്ച്, ഇപ്പൊ നമ്മള് ബലി അർത്ത ആൾക്കാരല്ല, നമ്മളെ ബലി സ്വീകരിക്കട്ടെ. ഉലോഹിയത്തുകളുടെ നാടിനെ, ഇതിനൊക്കെ പോത്തിനൊക്കെ തൊലി ഇങ്ങനെ വലിച്ചെടുക്കും. അവിടെ ഇങ്ങനെ വെള്ള കളറായിട്ടാ വരിക, അല്ലെ? തൊലി ഉരിക്കണേനാണ് ശരിക്കും ഈ വാക്ക് ഉപയോഗിക്കുക. സൊറമ എന്ന വാക്ക് ഉപയോഗിക്കുക. അറബി തഫ്സീറുകളിലൊക്കെ കാണാം സൊറമ സാദാൻ. നസ്ലഹു, നാം ഊരിയെടുക്കുന്നു, നാം വലിച്ചൂരുന്നു. എന്തിനെ? മിൻഹു, ആ രാവിൽ നിന്ന് ഊരിയെടുക്കാൻ. നഹാർ, ആരെങ്ങോട്ട് വലിച്ചൂര? പകലിനെ അങ്ങോട്ട് വലിച്ചുകൂട്ടാൻ തന്നെ. രാത്രിയിലേക്ക് ഇങ്ങനെ പകലിനെ വലിച്ചു കൊണ്ടത് പിന്നീട് ഒരു മുഴുവൻ പ്രകാശപൂരിതമായ ഒരു പകലാക്കി. വേറെ സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞത് തൂലിജുൽ ലൈല ഫിന്നഹാർ വതൂലിജുൻ നഹാറ ഫില്ലൈൽ. പക്ഷെ ഇവിടെ വലജ എന്ന വാക്കല്ല, അല്ലെങ്കിൽ ഔലജ എന്ന വാക്കല്ല ഇവിടെ ഉള്ളത്. ഇവിടെ സലഹ എന്നാണ്, ഊരിയെടുക്കാന്നാണ്. അവിടെ മറ്റൊരുത്ത് പറഞ്ഞ് പ്രവേശിപ്പിക്കാന്നാണ്. രാവിലേക്ക് പകലിനെ കടത്തി, അതേപോലെ തന്നെ പകലിനെ രാവിലേക്ക് കടത്തി, രാവിലെ പകലിലേക്കും കടത്തിക്കൊണ്ടുവരുന്നവൻ, പ്രവേശിപ്പിക്കുന്നവൻ. ആ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. ഇരുട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യുന്നു? പ്രകാശം ഇങ്ങനെ വന്ന് ഇരുട്ടിനെ മായ്ച്ചു കളയുന്നു. അതേപോലെ തന്നെയാണ് പകലിന്റെ മുകളിൽ ഇരുട്ട് വന്ന് ഇങ്ങനെ അടയുമ്പോൾ പകലിങ്ങനെ മാഞ്ഞു പോകുന്നു. ആ ഒരു വല്ലാത്ത പ്രതിഭാസല്ലേ? റസൂൽ ധരിക്കെ പറഞ്ഞു, നോമ്പിന്റെ സമയത്ത് റസൂൽ പറയാണ്, അവിടെ നിന്ന് പ്രകാശം മാഞ്ഞു പോവുകയും ഇവിടെ ഇരുട്ട് അരിച്ചു കയറുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ ഹീന യുഫ്തിറു സ്വാഇം, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നു. അത് ഇരുട്ടിങ്ങനെ അടച്ചു വരും, നാനാ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇരുട്ടടച്ചു വരിക എന്ന് പറയുമ്പോൾ റസൂൽ പ്രയോഗിച്ച വാക്ക് പ്രകാശം അങ്ങ് നീങ്ങുന്നു, രാവിങ്ങ് കയറി വരുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നു. എന്ത് രസമായിട്ടാണ് റസൂൽ ആ സമയത്ത് വിശദീകരിച്ചത്. രാവും പകലിലും ദൃഷ്ടാന്തമുണ്ട്, അല്ലെ? ആയത്താണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അത്. ഇത് വെറുതെ നടക്കണതാ?
ഇങ്ങനെയുള്ള അള്ളാഹിനെ തിരിച്ചറിയാൻ റബ്ബ് പഠിപ്പിച്ചു കൊടുക്കുക. പക്ഷെ മക്കാര് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹിന്റെ കഴിവെന്താന്ന് അവരെന്ത് ചെയ്തില്ല, തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന് പുറമെയുള്ളതിൽ പലതിലേക്കും എന്ത് ചെയ്തത്, അവര് അഭയം പ്രാപിച്ചതും അള്ളാഹുവിന് പുറമെയുള്ളവർ അവരെ ആരാധിച്ചു പോന്നതും അവരുടെ സഹായികളായി അവര് എന്താണ് നേർച്ചകളും വഴിപാടുകളൊക്കെ അർപ്പിച്ചു പോന്നത്. ഇവിടെ റബ്ബിനെ പരിചയപ്പെടുത്താൻ ഇത് ആകാശത്തുള്ള സംഭവമാണ്. ഇതുവരെ ഭൂമിത്ത് പറഞ്ഞു ഇണകളായിട്ട് സൃഷ്ടിച്ചതും മറ്റതൊക്കെ പറഞ്ഞിട്ട് ഇനി ആകാശത്തുള്ള പകലുകളെ നോക്കുക, ഈ അതുപോലെ തന്നെ രാവുകളെ നോക്കുക. ഈ രാവ് കയറി വരുമ്പോൾ ഇദാഹും മുള്ളിമോൻ, അപ്പോൾ അവരതാ ഇരുട്ടിൽ ആയിത്തീരുന്നു. എന്താ മുള്ളിലിം? മുള്ളിലിം എന്ന് പറഞ്ഞാൽ ലുലുമ് എന്നാണ് ശരിക്ക് ഇരുട്ടിന് പറയാം. ലുലം ഇരുട്ട്. ലുൽമ് എന്ന് പറഞ്ഞാൽ അക്രമം എന്നാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു അൽലുൽമു ളുലുമാതു യൗമിൽ ഖിയാമ, അക്രമം പരലോകത്തെ അന്ധകാരങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം. ഏതായാലും അന്ധകാരം ആ ഒരു വാക്കിൽ നിന്ന് കടന്നു വന്നതാണ്. ലുലുമിൽ അകപ്പെട്ടവൻ അഥവാ ഇരുട്ടറകളിൽ അകപ്പെട്ടവർക്കാണ് മുള്ളിലിം എന്ന് പറയാം. അപ്പോൾ അവർ എന്തിലായി? ഇരുട്ടിലായി. പകലിനെ അല്ലെ, എന്താണ് പകലിനെ ഇങ്ങനെ രാത്രിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചു വരുമ്പോ, പകലിനെ രാത്രിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചു വരുമ്പോ എന്തായി? രാത്രി മുഴുവൻ നിറഞ്ഞില്ലേ? ഇദാഹും മുദ്ലിമൂൻ. അതാണ് വായത്തുല്ലഹും, രാത്രി അവർക്ക് ദൃഷ്ടാന്തമാണ്. നസ്ലഹു മിൻഹു നഹാർ, ആ രാത്രിയിൽ നിന്ന് പകലിനെ നാം എന്ത് ചെയ്യുന്നു? വലിച്ച് ഊരിയെടുക്കുന്നു. ഇദാഹും മുദ്ലിമൂൻ, അപ്പോൾ അവർ ഇരുട്ടിൽ ആയിത്തീരുന്നു. ക്ലിയർ അല്ലേ? ഇങ്ങനെ എന്തെങ്കിലും സംഭവം മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുമോ? അതിനെ തടഞ്ഞു വെക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും ഇത് നിന്നണോ? എപ്പോഴെങ്കിലും രാത്രി എന്ന പ്രോസസ്സ് നിന്നണോ? നിന്നാ കഴിഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്. അവിടെ നമ്മൾ പറയാം സുബ്ഹാനല്ലാഹ്, അല്ലാഹ് അത്ര. നിങ്ങൾ ആലോചിച്ച് നോക്കി, എപ്പോഴെങ്കിലും പകല് പോവാതെ നിന്നണോ? ഫുൾ പകലായ ചില സമയത്ത് പറയും, ചില രാജ്യങ്ങളെ സംബന്ധിച്ച് പറയും അല്ലെ, എത്ര കാലം എന്താണ് വെളിച്ചമായിരിക്കും, പകലായിരിക്കും എന്ന് പറഞ്ഞ കേട്ടിട്ടില്ല. ചില അന്റാർട്ടിക്ക, ഏതോ ചില ഫിൻലാൻഡ്, ചില രാജ്യങ്ങളെ സംബന്ധിച്ച് പറയും. പക്ഷെ അവിടെയും എന്താണ് സമയം എന്ന സംഗതി നല്ല രൂപത്തിൽ എന്ത് നടന്നു പോകുന്നുണ്ട്. അവരുടെ നോമ്പിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഭയങ്കര ചർച്ച ചെയ്ത സംഭവമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറഞ്ഞു, ഈ രാവും പകലും, രാവിനെ ഒരിക്കൽ റബ്ബ് പറഞ്ഞ എന്താണ്? രാത്രിയെ വജഅൽന ലൈല ലിബാസ, രാത്രിയെ എന്താക്കി? ഒരു വസ്ത്രമാക്കി തന്നു. വജഅൽന നഹാറ മആശ, പകലിനെ ഒരു ഉപജീവന മാർഗവുമാക്കി അള്ളാഹു എടുത്തു തന്നു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ രാവും പകലും എന്ന് പറയുന്ന മഹാപ്രതിഭാസത്തെ സംബന്ധിച്ച് ആലോചിക്കാൻ മക്കക്കാരുടെ ചിന്താമണ്ഡലങ്ങളെ അള്ളാഹു ഉണർത്തിയാൻ. ഇനി അത് കഴിഞ്ഞിട്ട് ആകാശത്തുള്ള മറ്റൊരു സംഭവം കൂടി പറഞ്ഞു. വശംസ്, അടുത്തത് ഷംസ്. നമുക്ക് അവസാനം വശംസു, സൂര്യൻ. ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ. തെജിരി, അവൾ സഞ്ചരിക്കുന്നു. ഷംസ് എന്നുള്ളത് മുഅന്നസാൻ, അതുകൊണ്ടാണ് തെജിരി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ എന്താ പറയാ, യജിരി എന്ന് പറയാ അല്ലെ. അവൾ സഞ്ചരിക്കുന്നു. ലി മുസ്തഖറിൻ ലഹ, അവളുടേതായ ഒരു സ്ഥാനത്തേക്ക്. മുസ്തഖർ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്തിഖറാറുള്ള ഇടം എന്നാണ് ശരിക്കും അതിന്റെ സങ്കേതം. അത് അതിന്റെ സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. സൂര്യൻ സഞ്ചരിക്കുന്നു. ഒരു കാലത്ത് ശാസ്ത്രജ്ഞന്മാരത് അല്ലെ ഒരു നിഷേധിച്ചതാണ്. പിന്നീട് പിൽക്കാലത്ത് അവരെന്ത് ചെയ്യുന്നതിന് മാറ്റി കുറിച്ചു എന്ന് പറയാം. സൂര്യന്റെ സഞ്ചാര പദങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ. ശരിക്കും ഭൂമി കറങ്ങാണ് അല്ലെ. ഭൂമി ഇങ്ങനെ അതിന്റെ അച്യുതൻ പറഞ്ഞ നേരെ രൂപത്തിലും അല്ല. ശാസ്ത്രം പറഞ്ഞത് കുറച്ചിങ്ങനെ ചെരിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് പിന്നെന്ത് ചെയ്ത് ഇവിടെ വസന്തവും ഇവിടെ വേനലും ശൈത്യവും ഒക്കെ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. രാവും അതുപോലെ തന്നെ അല്ലെ, രാവും പകലും മാറി മാറി വരുന്നത്. ഇതിന്റെ ഈ ഭാഗത്തേക്ക് വെളിച്ചം വരുമ്പോൾ ഇപ്പുറം ഇരുട്ടാണ് എന്ന് പറയുന്നത് പോലെ ഈ സൂര്യന്റെ സഞ്ചാരങ്ങളെ സംബന്ധിച്ച്, സൂര്യൻ ദിവസങ്ങള്, മാസങ്ങള്, വർഷങ്ങളൊക്കെ ഇതിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്നതാണ് എന്ന് ശാസ്ത്രലോകം പറയുന്നത്. നമ്മൾ കാണുന്നതും അനുഭവിച്ചറിയുന്നതുമായ യാഥാർത്ഥ്യങ്ങളാണ്. 1400 വർഷം മുമ്പ് അള്ളാന്റെ റസൂൽ ഇത് പറയുമ്പോഴാണ് അതിന്റെ അത്ഭുതം കൂടുതൽ എന്ത് ചെയ്യുക, മനസ്സിലാവുക. റസൂലിന്റെ പ്രവചനം, അള്ളാഹുവിന്റെ പ്രവചനം ഒരു കാര്യവും അല്ലെ എന്താണ് ഒരിക്കലും അള്ളാന്റെ റസൂലിന്റെ കലാമല്ല ഇത് എന്നുള്ളതിന്റെ കൃത്യമായ വ്യക്തമായ ഒരു അടയാളമാണ് ഈ ഒരു ആയത്ത്. സൂര്യൻ തെജിരി, അത് സഞ്ചരിക്കുന്നു അതിന്റെ സ്ഥാനത്തേക്ക്, അതിന്റെ സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. അസീസിൽ അലീം, അത് അള്ളാഹു പ്രതാപിയായ അങ്ങേറ്റം അറിവുള്ളവന്റെ നിശ്ചയമാണ്. റബ്ബ് നിർണയിച്ച റബ്ബിന്റെ കണക്കാണ്. റബ്ബ് കണക്കാക്കിയതാണ് ഇതിന്റെ സഞ്ചാര രീതികളെ സംബന്ധിച്ച്, സഞ്ചാര പദങ്ങളെ സംബന്ധിച്ച്, അതിന്റെ മണ്ഡലങ്ങളെ സംബന്ധിച്ച്, അതിന്റെ ഗതികളെ സംബന്ധിച്ച്, അതിന്റെ വേഗത. ആലോചിക്കുക, അതിനൊരു കൃത്യമായ വേഗത ഉണ്ടാകണം, അതിന് കൃത്യമായ കൃത്യമായ അതിനുള്ള പാതകൾ ഉണ്ടാകണം, വേകൾ ഉണ്ടാകണം, പാത്തുകൾ ഉണ്ടാകണം. ഒക്കെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറെ പഠനങ്ങൾ ഈ ഒരു ആയത്തിൽ തന്നെ നമുക്ക് കുറെ വായിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ തൽക്കാലം എന്ത് ചെയ്യണം, വാക്കർത്ഥങ്ങളും അതിന്റെ ഈ വിശദീകരണം മാത്രം പറഞ്ഞ് പരിമിതപ്പെടുത്താൻ. നമ്മുടെ വായനകൾ ഈ ഒരു ആയത്തിന്റെ വിശദീകരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മഹാദൃഷ്ടാന്തങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഇതൊരു ആയത്ത് തന്നെയാണ്, ഇതൊരു ആയത്തിന്റെ മഹാ അത്ഭുതമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്തും കൂടി പറഞ്ഞിട്ട് ആ വിശദീകരണം പൂർത്തിയാക്കാം. വൽ ഖമർ,
സൂര്യൻ മാത്രല്ല വൽ ഖമർ, ചന്ദ്രനും. ഖദ്ദർനാഹു, നാം അതിനെ കണക്കാക്കിയിരിക്കുന്നു. ഖദ്ദറ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? അള്ളാഹ് കണക്കാക്കുക, നിശ്ചയിക്കുക. എന്തിന്? മനാസിൽ, അതിന് അള്ളാഹു നിശ്ചയിച്ചു. മനാസിൽ എന്ന് പറഞ്ഞാൽ ഭവനം. മൻസിൽ എന്ന് പറയുമ്പോൾ വീടുകൾക്ക് ഭവനം. ഇവിടെ ഉദ്ദേശം മണ്ഡലങ്ങളാണ് എന്നല്ല, എന്താണ് രാശി മണ്ഡലങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ. ഇവിടെ അറബി മാസം 12ആണ്. നമ്മൾ എന്തിനെ കണക്കാക്കിയിട്ടാണത്? ചന്ദ്രനെ കണക്കാക്കിയിട്ടാണ്. ഈ ചന്ദ്രന്റെ ഭ്രമണ പദങ്ങളെ സംബന്ധിച്ചാണ് ഓരോന്നിനും രാശി മണ്ഡലങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പോവുകയാണ്. ഓരോന്നിനും ഓരോ മണ്ഡലങ്ങൾ, അത് നിൽക്കാനുള്ള അതിന്റെ ചില സ്ഥാനങ്ങൾ, ചില ഘട്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ഇങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മാസം കണ്ടു എന്ന് പറയുമ്പോൾ ആകാശത്ത് ഇങ്ങനെ ഒരു അമ്പിളി, ഒരു നൂല് പോലെ നിൽക്കുക അല്ലെ, ക്രസന്റ് മാസം. ഒരു വരയിലുള്ളൂ തുടക്കത്തില്. പിന്നീട് അതെന്താവുന്നു? ഒരു പൂർണ്ണ ചന്ദ്രനാകും, 14 രാവ് നമ്മൾ പറയും. പിന്നെ അതിങ്ങനെ വീണ്ടും കുറഞ്ഞു പോകുന്നു. ഹത്ത ആദ, അതങ്ങ് മടങ്ങി വരുന്നു. ഈ ഒരു ചന്ദ്രന്റെ ആ ഒരു മുഖഭാഗം അല്ലെ, ചന്ദ്രമുഖി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ചന്ദ്രന്റെ ഒരു ഫേസ്, ആ ഫേസിന്റെ മാറ്റാണ് ഈ പറയുന്നത്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ചന്ദ്രന്റെ ഫേസ് എന്ന് പറയുമ്പോൾ വെളിച്ചം തട്ടിയിട്ട് സൂര്യന്റെ പ്രകാശമേറ്റ് ചന്ദ്രൻ മിന്നുമ്പോൾ, ചന്ദ്രൻ പ്രകാശിക്കുമ്പോൾ അതിന്റെ മാറ്റമാണ് അള്ളാഹു പറയുന്നത്. ആദക്കൽ ഉർജൂൻ. ഇതിന്റെ അങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെ, അതിങ്ങനെ മാറി വരുന്നത് ഏതുപോലെയാണ്? ഉർജൂൻ പോലെ. ഉർജൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഈ ഉണങ്ങിയ തണ്ടില്ലേ, ഉണങ്ങിയ ഈത്തപ്പനയുടെ തണ്ട്, ഈത്തപ്പനന്റെ കൊല ഉണ്ടല്ലോ, ഇങ്ങനെ നാരിങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുക. ലാസ്റ്റ് ഇതിങ്ങനെ ഒരു ഇതിന്റെ മുകളിൽ ഇപ്പൊ ഏറ്റവും ഉദാഹരണം പറയണെങ്കിൽ നമ്മൾ വാഴക്കുല കാണില്ലേ, വാഴക്കുലന്റെ നടുവിലില്ല തണ്ട് അല്ലെ, കൂസ്ന, അതിന് എന്താ അറബിയിൽ അങ്ങനെ പറയും. അതിങ്ങനെ ഉണങ്ങിയാൽ ഇങ്ങനെ ആകെ ഒരു അമ്പിളിമാമൻ പോലെ ഉണ്ടാവും. ഏത്? ശരിക്കും ഈത്തപ്പനന്റെ ശരിക്കും അതേപോലെ തന്നെ ഒരു അമ്പിളിമാമൻ എന്ന് പറയുന്നത് എന്താണ്, കേട്ട് പരിചയമുള്ള ഒരു വാക്ക്. ഒരു അമ്പിളിയെ പോലെ അതെന്താകും? വളഞ്ഞു തീരുമെന്നാണ്. സൂര്യന്റെ ചന്ദ്രന്റെ ഘട്ടങ്ങളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞിട്ട് ഇതിങ്ങനെ ആകാശത്ത് നോക്കി ഇതിന്റെ ആ ഒരു മാറ്റം പോലും അള്ളാഹുവിന്റെ കഴിവ്. അപ്പൊ ചന്ദ്രനെ സൃഷ്ടിച്ചതും അതിനെ നിലനിർത്തിയതും ഇതൊക്കെ ഒരു സ്പേസ് അല്ലേ, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് അള്ളാഹു കൊണ്ടുപോയി വെച്ചതാണ്. ഞാൻ ആയത്തിന്റെ അവസാനം അതല്ലേ, ലശം കൽ ഉർജൂനിൽ ഖദീം. അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു വിശദീകരണം പൂർത്തിയാക്കാം. കൽ ഉർജൂനിൽ ഖദീം. എന്താ ഖദീം? പഴയ, ഉണങ്ങിയ പഴയ തണ്ട് പോലെ. കണ്ട, അതിന്റെ ചൂരും അതിന്റെ നീരൊക്കെ പോയി കഴിഞ്ഞാൽ അത് ആകെ ഇങ്ങനെ വളയും. മനുഷ്യനും അങ്ങനെയല്ലേ, നമ്മളെ ചോരും നീരൊക്കെ പോയി കഴിഞ്ഞാൽ അവളെ ഈ നിന്ന നിർപ്പുണ്ടാവോ? 60-70 വയസ്സിൽ നമ്മൾ ആലോചിക്കും, നമ്മളിങ്ങനെ ചുരുണ്ടുപോകും. ഈ ഈത്തപ്പന അതേപോലെയാണ്. അവസാനം ഇങ്ങനെ അല്ലെ, മനുഷ്യൻ വളയല്ലേ. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിലുണ്ട്, സുബ്ഹാനല്ലാഹ്, മുദർ ഗോത്രത്തിലെ 2 പാവങ്ങൾ വന്ന് ഉടുക്കാനും ഇല്ല ഒന്നിനുമില്ല, ഈ വാളിന്റെ ഇതും കൊണ്ട് ഔറത്ത് മറിച്ചിരുന്ന മുദർ ഗോത്രത്തിന്റെ ചരിത്രം പറഞ്ഞെടുത്ത ഒരു മനുഷ്യനെ പറ്റിയ ആ ഹദീസിലുണ്ട്. ഭയങ്കര രസാണ് ആ വാക്ക്. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ വന്നു അങ്ങനെ മുതുകട്ട് വളഞ്ഞ് സ്വഹാബി പറയാൻ, അല്ല അയാളെ പൊട്ടിയിട്ടുണ്ട്, മുതുക് പൊട്ടിയിട്ടുണ്ട് എന്നാണ്. പൊട്ടിയിട്ട് എങ്ങനെ തൂങ്ങിയിട്ടുണ്ട് എന്നാണ്. വൃദ്ധനായ മനുഷ്യനാണ്. എന്നിട്ട് അയാളുടെ മുതുകത്താണെങ്കിൽ കുറച്ച് വസ്ത്രമുണ്ട്, കുറച്ച് ഭക്ഷണവും ഉണ്ട്. അതും കൊണ്ട് ഏറ്റി വന്ന് നബിന്റെ സദസ്സിൽ വെച്ച്, നബിന്റെ സദസ്സിൽ സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നബിന്റെ ഒരു വാക്ക് കേട്ടപ്പോ അല്ലെ, ആയത്ത് കേട്ടപ്പോ നബിന്റെ മുന്നിൽ ഇത് മുഴുവൻ കൊണ്ടുപോയി വെച്ച രംഗം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയണത് അതൊക്കെ മനുഷ്യനെ ആലോചിക്കാനുള്ളതാണ്. ഇവിടെ റബ്ബ് പറഞ്ഞതും അതാണ്. ഈ ചന്ദ്രന്റെ മുഖം ഒരു ഇതുപോലെ ഒരു എന്താണ്, ഉണങ്ങിയ തണ്ട് പോലെ വളഞ്ഞു ഒടിഞ്ഞു തൂങ്ങുന്ന ഒരു രൂപമായി അത് പ്രാപിക്കുന്നു. എന്നിട്ട് റബ്ബ് പറയും, ലശം സുയംബഗീലഹ അൻ തുദ്രിക്കൽ ഖമർ. ചന്ദ്രന് അല്ലെ, സൂര്യന് ചന്ദ്രനെ പ്രാപിക്കേണ്ട ഒരു കാര്യവുമില്ല. പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെ, എംബഗീൽ അൻ തുദ്രിക്ക എന്ന് പറഞ്ഞാൽ ശരിക്കും കണ്ടുമുട്ടാന്നാണ്. സൂര്യൻ എപ്പോഴെങ്കിലും ചന്ദ്രനുമായി കൂട്ടിമുട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞിന് കഥ, ഇതുവരെ മുട്ടിയിട്ടില്ല അല്ലെ. ചന്ദ്രൻ സൂര്യനെയോ? ഇല്ല. ഓരോന്നിനും ഓരോ ഭ്രമണ പദത്തെ അള്ളാഹു ചെയ്തു നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, അതാണ് റബ്ബിന്റെ തഖ്ദീർ. തഖ്ദീറുൽ അസീസുൽ അലീം എന്ന് പറഞ്ഞില്ലേ, റബ്ബിന്റെ കഴിവാണിത്. ഇങ്ങനൊക്കെ കഴിവുള്ള അള്ളാഹ് ഉണ്ടാവുമ്പോ എന്ത് വന്നാലും അള്ളാഹ് എന്നല്ല വിളിക്കണ്ടേ? ഈ ആകാശഭൂമികൾ എങ്ങനെ, ആകാശത്തുള്ള ഈ നമ്മളെന്നും കാണുന്ന ഈ സൂര്യനെയും ചന്ദ്രനെയും സംബന്ധിച്ച് റബ്ബ് പറയുമ്പോ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? സൂര്യൻ വന്ന് ചന്ദ്രനെ വന്ന് മുട്ടിയിട്ടില്ല, പ്രാപിച്ചിട്ടില്ല, അത് വന്ന് കൂട്ടിമുട്ടിയിട്ടില്ല. നമ്മള് എത്ര വലിയ വാഹനം വാങ്ങിയാലും എന്തൊക്കെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ടായാലും ചിലപ്പോൾ എവിടെയെങ്കിലും ഒന്നും വരുതാതെ പോകില്ല അല്ലെ. ഏതൊക്കെ റോട്ടിലൂടെ ആയാലും. പക്ഷെ അള്ളാഹുവിന്റെ റോഡും അള്ളാഹു നിശ്ചയിച്ച ചില മനാസിലുകളുണ്ട്, അള്ളാഹു നിശ്ചയിച്ച ചില റൂട്ടുകളുണ്ട്. അത് അതിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നു. വലല്ലൈലു സാബിഖുൻ നഹാർ. ഇതുവരെ കണ്ടെന്താണ് അല്ലെ, പകല്
വലല്ലയിൽ രാവുമല്ല സാബിക്കുനാർ പകലിനെ മുൻകടന്നിട്ടുമില്ല. പകല് കഴിഞ്ഞിട്ടേ ആര് വന്നിട്ടുള്ളൂ? ഇവിടുത്തെ റബ്ബിന്റെ പ്രയോഗം നോക്കി നിങ്ങളെ, പകല് കഴിഞ്ഞിട്ടേ ആര് വരുന്നുള്ളൂ? രാത്രി വന്നിട്ടുള്ളൂ എന്ന് പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. വലല്ലയിൽ, അഥവാ ഈ പ്രോസസ്സ് ഇതുവരെ നിന്നിട്ടില്ല. രാത്രി കുറേ കാലം രാത്രിയായി നിന്നിട്ടില്ല, കുറേ കാലം പകലായിട്ട് നിന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു രാവ് പകലിനെ മുൻകടന്നിട്ടുമില്ല. വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, എല്ലാം അതിന്റെ ഭ്രമണ പദത്തിൽ. ഫലക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഗോളം എന്നർത്ഥമുണ്ട്. ഫലക്ക് അല്ലെ, എല്ലാം അതിന്റെ ഭ്രമണ പദത്തിൽ നീന്തി തുടിക്കുന്നു. സബഹ എന്ന് പറഞ്ഞാൽ എന്താ? സ്വിം ചെയ്തു എന്നാണ്. യസ്ബഹ് എന്ന് പറഞ്ഞാൽ നീന്തുന്നു. യസ്ബഹൂൻ, അവർ നീന്തു. ബുദ്ധിയുള്ള ആളുകൾക്കാണ് പൊതുവെ ഈ ഒരു പ്രയോഗം ചെയ്യല്. യസ്ബഹൂൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ശരിക്കും അറബി ഭാഷയിൽ പറയാം ജംഉ മുദക്കർ സാലിം. ജംഉ മുദക്കർ സാലിം, അതും ആക്കിലിനെ ഉപയോഗിക്കുള്ളൂ യസ്ബഹു എന്നുള്ള വാക്ക്. അല്ലെങ്കിൽ ഇവിടെ തസ്ബഹ് എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. ശരിക്കും ഗൈർ ആക്കിലാണെങ്കിൽ എന്താണ് തസ്ബഹു എന്നേ പറയേണ്ടതുള്ളൂ. പക്ഷെ ഇവിടെ യസ്ബഹൂൻ എന്ന് പറഞ്ഞ ഒരു പ്രാസത്തിന് വേണ്ടി അവിടെ നിർത്തിയത് മാത്രമല്ല, ഒരു ബുദ്ധിയുള്ള ആളുകൾ സഞ്ചരിക്കുന്നത് പോലെ, ബുദ്ധിയുള്ള വിവേകികളായ ആളുകൾ പ്രവർത്തിക്കുന്നത് പോലെ കാലങ്ങളായി ആകാശത്ത് ഈ ഗോളങ്ങൾ എന്ത് ചെയ്യുന്നു? സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ പൊരുൾ. യസ്ബഹൂൻ എന്ന വാക്കിൽ പോലും മഹാ ദൃഷ്ടാന്തമുണ്ട് എന്ന് അതിന്റെ ഭാഷാപരമായ സംഭവത്തിൽ നമുക്ക് മനസ്സിലാവുക. എത്രത്തോളം ഇതിനെ വിശദീകരിക്കാൻ പറ്റിയെന്നാവോ. ഏതായാലും ഇതൊരു മഹാപ്രപഞ്ചത്തിലെ മഹാരഹസ്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തു. കദാലിക നുരി ഇബ്രാഹിമ മലകൂത്തുസ് സമാവാതി വൽ അർദ്. എന്തിനാ കാണിച്ചു കൊടുത്തത്? ആകാശഭൂമികളുടെ ആധിപത്യത്തിന്റെ രഹസ്യം നാം ഇബ്രാഹിമിന് കാണിച്ചു കൊടുത്തു. വലിയകൂന മിനൽ മുഖിനീൻ, നല്ല യഖീനുള്ളവരുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബി ആവാൻ. ആകാശവും ആകാശത്തെ സൃഷ്ടിജാലങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈമാൻ എന്താ കൂടെ ചെയ്യാം. യഖീൻ, എന്താ യഖീൻ? ദൃഢവിശ്വാസം വരും. അപ്പൊ നമ്മൾ പറയും സുബ്ഹാനല്ലാഹ്, അപ്പൊ നമ്മൾ പറയും അല്ലാഹു അക്ബർ, അപ്പൊ നമ്മൾ പറയും അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ മനസ്സറിഞ്ഞിട്ടാണ് ദിക്റുകൾ എന്ത് ചെയ്യേണ്ടത്? പുറത്തേക്ക് നാവിൻ തുമ്പുകളിൽ നിന്ന് അടർന്നു വീഴേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കഴിവുകളെ തിരിച്ചറിയുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഒരുപാട് പ്രപഞ്ചത്തിലെ ഭൂമിയിലും ആകാശത്തുമായി ഒരുപാട് സസ്യലതാദികൾ, ജീവജാലങ്ങൾ, നമ്മുടെ കണ്ണിൽ പെടാത്തതും കണ്ണിൽ പെടുന്നതുമായ പലതുമുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ ഏകനായ റബ്ബിന്റെ കഴിവിനെ നമുക്ക് എന്ത് ചെയ്യാൻ സംബന്ധിച്ച് കാണാനും വായിക്കാനും കഴിയും. അള്ളാഹു അതിലൂടെ റബ്ബിലേക്ക് കൂടുതൽ ഒതുങ്ങുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ആധിപത്യത്തെയും അള്ളാഹുവിന്റെ അധികാരത്തെയും അള്ളാഹുവിന്റെ കഴിവുകളെയും കൃത്യമായി മനസ്സിലാക്കുന്ന ഏറ്റവും നല്ല ദാസരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. എന്നിട്ട് റബ്ബിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് റബ്ബിലേക്ക് ഒതുങ്ങാൻ, റബ്ബിലേക്ക് വിനീതനാവാൻ, റബ്ബിലേക്ക് മുസ്ലിമാവാൻ, റബ്ബിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പാലിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവിധ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാവിധ പരാജയങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇഹപര ജീവിതത്തിൽ അള്ളാഹു എല്ലാ നന്മകളും നമുക്ക് നൽകട്ടെ. നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പാദ്യങ്ങൾ വലിയ അധ്വാനങ്ങളാൻ, നമ്മുടെ വലിയ ചിന്തകളാണ്. അള്ളാഹു അതിലെല്ലാ നന്മകളും പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരുപാട് ആളുകൾ അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്നു. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഒരുപാട് സഹോദരന്മാരുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ. അള്ളാഹു വലിയ അസുഖങ്ങളിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാവിധ ആശ്വാസവും അവർക്ക് പകരുമാറാവട്ടെ. അള്ളാഹു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.